What's he trying to do? ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. നമ്മുടെ റിസോർട്ടിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വഴിക്കപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഇവിടെ ഒരുത്തൻ രാവിലെ വന്നു. ഇപ്പോൾ ഇവിടെ നേരം വെളുത്ത് ഒരു 7:30 8 ആ സമയം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുത്തൻ ഒരു വണ്ടി പോലത്തെ സാധനത്തിൽ ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് ഇങ്ങനെ താമര വിൽക്കാനായിട്ട് വന്ന കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇങ്ങനെ എന്താണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് ആരാണ്ട് വന്നത് താമര വിൽക്കാനായിട്ട്. കണ്ടില്ലേ, നല്ലൊരു ബോട്ട് വരുന്നുണ്ട് രാവിലെ തന്നെ കേട്ടോ. ഇപ്പോൾ ആളെ എടുക്കാനായിട്ട് പോവായിരിക്കാൻ. ആ താരം ഉള്ളതായിട്ട് കാണുന്നില്ല. അതോ ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ വെളിയിൽ നിൽക്കുമല്ലോ അവർ. രാവിലെ തന്നെ എത്ര മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്ത് രസമുണ്ടല്ലേ. പക്ഷേ ഇതൊക്കെ ഞാൻ UK തിരിച്ചു പോയി കഴിഞ്ഞാൽ ചെന്ന് അവിടെ ഇരുന്ന് കാണുമ്പോഴാണ് കുറേ ഫോറിനേഴ്സിനെ കൊണ്ടൊരു ബോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരിവിടെ താമസിക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങനെ ഇതാ കുറേ താമരയും പോകുന്നുണ്ട്. എന്തോ ചെയ്യാനാണോ? ഓക്കെ. Look guys, this is a lotus pond actually. Within the lake. കായലിനോട് ചേർന്ന് തന്നെ ഒരു താമരക്കുളം അവർ റിസോർട്ടിൻ്റെ സമീപം അവരുണ്ടാക്കിയിട്ടിരിക്കുക. Oh, some foreigners have come by boat. അപ്പോൾ ഇന്ന് കുറേ ഫോറിനേഴ്സൊക്കെ ഗസ്റ്റായിട്ട് ഇവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് ഇവർ സ്വിമ്മിംഗ് പൂളൊക്കെ കഴുകി വൃത്തിയാക്കിട്ടേക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്? ഓംലേറ്റ് ഉണ്ട്, അപ്പം, കറി. ഓംലേറ്റ് ആണ് ഉണ്ടാക്കി തരും. പിന്നെ എന്താ, ബ്രെഡ്, ജാം, ബട്ടർ ഉണ്ടോ? ബട്ടർ. ഇതെന്താ? ബജ്ജി, പോഹ, നൂഡിൽസ്, ഉപ്പുമാവാണോ? ഇത് അപ്പം, കറി എന്താ? ഗ്രീൻ പീസ് ആണോ? ഗ്രീൻ പീസ് കറി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പുറം നോക്കട്ടെ. ഇത് പൂരിയുടെ കറി. പൂരി. ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലി, ചട്നി, സാമ്പാറായിരിക്കും അല്ലേ? സാമ്പാർ. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. കുടിക്കാൻ എന്തോ ഉള്ളേ? ഗ്രേപ്പ് ജ്യൂസ്, കോൺഫ്ലേക്സ്. ഞാൻ ആദ്യം കുറച്ച് അപ്പവും ഗ്രീൻ പീസ് കറി എടുത്തു. അപ്പോൾ ജിലുക്കുട്ടി കഴിക്കാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ എന്നെ തന്നെ ജിലുക്കുട്ടി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ജിലുക്കുട്ടീന്ന് എന്നെ തന്നെ ഞാൻ വിളിക്കാനുള്ള കാരണം അത് വേറൊരു കഥയാണ്. അത് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻസ് ഒരു 1-2 ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ നേരത്തെ വീഡിയോയിൽ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഈ പോഹയും ബജ്ജിയും അതൊക്കെ അവരുണ്ടാക്കിയത്. പിന്നെ നമ്മുടെ അപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ട്. പിന്നെ ഓംലെറ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ അവരുണ്ടാക്കി തരും. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലേക്സും അങ്ങനത്തെ സീരിയൽസൊക്കെ ഉണ്ട്. എനിക്ക് ബാക്കി ഫാമിലീസൊക്കെ നേരത്തെ വന്ന് കഴിച്ചിട്ട് പോയെന്ന് തോന്നുന്നു. കാരണം ആരും കാണാനില്ല. തന്നെയല്ല, ഇഡ്ഡലിയൊക്കെ കുറേ തീർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊക്കെ നേരത്തെ വന്നിട്ട് പോയി കാണും. അപ്പോൾ ഞങ്ങളായിരിക്കും ഒരു പക്ഷേ ലാസ്റ്റ്. പക്ഷേ അപ്പമൊക്കെ ആണെങ്കിലും അവിടെ അപ്പത്തിന് ഉള്ള മാവൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞാൽ അന്നേരം അവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പം ചുട്ടു തരും. അതുപോലെ തന്നെ ഓംലെറ്റ് ആണെങ്കിലും പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും എത്ര വേണേലും. അതെ, ഞാനെന്താ ഈ അപ്പം എടുത്ത് മണത്തി നോക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? അതായത് എനിക്ക് ഈ ഫ്രഷായിട്ട് ചുട്ടെടുക്കുന്ന അപ്പം, അല്ലെങ്കിൽ കള്ളപ്പം, പാലപ്പം, അതുപോലെ തന്നെ ഫ്രഷായിട്ട് ചുട്ടെടുക്കുന്ന ദോശ, തട്ട് ദോശ, അതുപോലെ തന്നെ ഫ്രഷായിട്ട് അടിച്ച് പരത്തി ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ചൂട് ഗോതമ്പ് പൊറോട്ട, അല്ലെങ്കിൽ അല്ലാത്ത സാധാരണ പൊറോട്ട, ഇതൊക്കെ എനിക്കിങ്ങനെ മണത്തി നോക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു രസമാണ്. നല്ലൊരു സ്മെല്ലല്ലേ. അപ്പോൾ ആ എനിക്ക് മണത്തി നോക്കുമ്പം എനിക്കത് കറിയൊന്നും ഇല്ലാതെ അങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പല ഇതിലും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഈ സ്മെല്ല് ചെയ്ത് നോക്കും പൊറോട്ടയും അപ്പോൾ ഒക്കെ. അപ്പോൾ അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത ഒരു ഓംലെറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓംലെറ്റൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവർ ഉണ്ടാക്കി. ബുൾസെ എന്ന് പറഞ്ഞാൽ ബുൾസെ, അല്ലാതെ പ്ലെയിനായിട്ട് ഫ്രൈ ചെയ്തതാണെങ്കിൽ അങ്ങനെ തരും. അല്ലാത്ത ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഓംലെറ്റ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി തരും. എനിക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതെല്ലാം ഒരു ഇതല്ലേ. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും പറഞ്ഞാൽ അവർ അന്നേരം അവരങ്ങനെ കൗണ്ട് ചെയ്യത്തൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണെന്നുള്ള കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. പക്ഷേ ഇവിടുന്ന് ലഞ്ചും ഡിന്നറും കഴിക്കണമെങ്കിൽ അതിന് പ്രത്യേകം കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എല്ലാ സാധനവും കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം, ഗ്രീൻ പീസും കറിയും ആദ്യം ഞാൻ കഴിച്ചു. പിന്നെ ഞാനൊരു ഓംലെറ്റ് കഴിച്ചു. പിന്നെ ഇനിയും എൻ്റെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും വന്നിട്ടുണ്ട്. അതിൽ തേങ്ങാ ചമ്മന്തിയുണ്ട്, തക്കാളി ചമ്മന്തിയുണ്ട്,
അതിലെ ആ തക്കാളി ചമ്മന്തി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ആ തേങ്ങ ചമ്മന്തിയെക്കാട്ടി നല്ലത് തക്കാളി ചമ്മന്തി, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയത്തില്ല, എനിക്ക് നാട്ടിൽ വരുമ്പോൾ ഭയങ്കര വിശപ്പ് കൂടുതലാണേ. പക്ഷേ യു കെയിലുള്ളപ്പോൾ അതുപോലെ വിശക്കത്തില്ല, എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു, എനിക്കൊരു സംശയമുണ്ട്. അതായത് യു കെയിൽ നമ്മൾ വിയർക്കത്തില്ലല്ലോ, പക്ഷേ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ അല്ലല്ലോ, കാലാവസ്ഥ അങ്ങനെയല്ലേ, എപ്പോഴും ചൂടല്ലേ, നമ്മൾ വിയർക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് വിശപ്പ് കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാം കഴിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഉച്ചയ്ക്കും വൈകിട്ടൊന്നും കഴിക്കും. ഉച്ചയ്ക്കിനി ഞങ്ങൾ കഴിക്കില്ല, ഇത് ഞങ്ങളുടെ ബ്രഞ്ചാണ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്തൊരു ഒറ്റ അടിയാണ്. അത് ഒരു അപ്പം കൂടെ, ഈ അപ്പം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് യു കെയിലൊന്നും അങ്ങനെ അപ്പം ഒന്നും ഉണ്ടാക്കാറില്ല, റെയറായിട്ടേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊതി തീരുന്നവരെ കഴിക്കും. പ്രത്യേകിച്ച് നമ്മൾ പണിയൊന്നും എടുക്കണ്ടല്ലോ, വല്ലവരും ഉണ്ടാക്കി തരും, അത് കഴിച്ചാൽ മതിയല്ലോ. കണ്ടില്ല, എനിക്കാണെങ്കിൽ അപ്പം ഇതുപോലെ ഫ്രഷായിട്ട് ചൂടായിട്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ എനിക്കൊരു കറിയുടെ ആവശ്യമേ ഇല്ല. പ്രത്യേകിച്ച് അപ്പത്തിന് ഇച്ചിരി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അത് അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല. പിന്നെ എനിക്ക് പഞ്ചസാര ഇച്ചിരി ഇട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ അപ്പം, ഇടിയപ്പം, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ, ഇടിയപ്പമൊക്കെ ചൂടായിട്ട് സ്റ്റീം ചെയ്തെടുത്ത് ഇങ്ങോട്ട് പ്ലേറ്റിലോട്ട് വെക്കുമ്പോഴത്തേക്കിനും കുറച്ച് പഞ്ചസാര അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെതറിയിട്ട് എനിക്കതങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടം. അത് പറയുമ്പോഴേ എനിക്ക് കൊതി വരുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിലൊരു ഐറ്റമാണ് ഇടിയപ്പം. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ, ആദ്യം എനിക്ക് നല്ല ഫ്ലാറ്റായിട്ടുള്ള സാധാ അപ്പമാണ് പുള്ളി ഉണ്ടാക്കി തന്നത്. പക്ഷേ മൂന്നാമത് ഞാൻ അപ്പം ചോദിച്ചപ്പോൾ എനിക്ക് നല്ലൊരു പാലപ്പമാണ് പുള്ളി ഉണ്ടാക്കി തന്നത്. നല്ല സൂപ്പർ പാലപ്പമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കറിയൊന്നും ഇല്ലാതെ പാലപ്പവും ഒക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരല്പം പഞ്ചസാര കിട്ടിയിരുന്നെങ്കിൽ എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അതെൻ്റെ കൊച്ചിലെ തൊട്ടുള്ളൊരു ശീലമാണ്. ഞാൻ കറി ഒഴിച്ചും ഒരെണ്ണം കഴിക്കും, പിന്നെ കറി ഇല്ലാതെ ഒരെണ്ണം കഴിക്കും, പിന്നെ പഞ്ചസാര ഇട്ട് ഒരെണ്ണം കഴിക്കും. അത് അപ്പാണേലും ഇടിയപ്പാണേലും അങ്ങനെ ഞാൻ കഴിക്കും. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇനിയും ഇതൊന്നും പോരാഞ്ഞിട്ട് പഞ്ചസാരയും കൂടെ ചോദിക്കുന്ന നാണക്കേടല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഇത്രയും സമയം ഞാൻ നോൺ സ്റ്റോപ്പ് തീറ്റിയായിരുന്നല്ലോ, അപ്പോൾ ഇനി വയറൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണ്ടേ, അതിന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വാട്ടർമെലൺ, പൈനാപ്പിൾ, അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് എവിടെ പോകാമെന്ന് വെച്ചാൽ, നമ്മുടെ വള്ളംകളി നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, പുന്നമടക്കായൽ, അവിടെ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ കുമരകത്തോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ കുമരകത്ത് നമ്മൾ ഒരാഴ്ച കാണും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് യു കെയിലേക്ക് പോകും. ഇന്ന് മുഴുവൻ ഞാൻ തീറ്റ വിശേഷങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആരെങ്കിലും ഞാൻ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഫുഡിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നല്ല ഭക്ഷണമൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫുഡിയായി മാറിയത്. അതിനു മുമ്പ് ഭക്ഷണത്തിനോട് യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഈ സൈക്കിൾ കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. അതുപോലെ തന്നെ ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടി, അവിടെ താമര വിച്ച ആൾ ഇവിടത്തേക്കാണ് വിച്ചതെന്ന് മനസ്സിലായി. അതുണ്ട്, ഇവിടുത്തെ അലങ്കാര വസ്തുക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് യാത്ര തിരിക്കുന്നതാവും. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് ഈ റിസോർട്ടിൻ്റെ പരിസരം മുഴുവൻ നിങ്ങളെ ഒന്ന് ചുറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു. Wow, what a beautiful view from here, guys. എത്ര സുന്ദരമായ നാടാണല്ലേ കേരളം. പക്ഷെ അത് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ടൂറിസം അത്രയും വികസിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ബാൽക്കണിയിൽ ഇങ്ങനെ വന്നിരുന്നാലുണ്ടല്ലോ, ഒരു 10 മിനിറ്റിനുള്ളിൽ എത്ര ബോട്ട് ഇതുപോലെ പോകുമെന്നറിയാം. അത് പലതരം ബോട്ടുകൾ, ഹൗസ് ബോട്ടും ചെറിയ വള്ളം, പിന്നെ ഇതുപോലത്തെ ബോട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വില്ല എടുത്തത് തന്നെ ഇപ്പോൾ കായലിൻ്റെ സൈഡിലാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കായൽക്കരയിൽ നിന്നും യാത്ര തുടരുകയാണ്. നമ്മളൊരു ദിവസം ഇവിടെ നിന്നുള്ളൂ. ഇനി നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് കുമരകത്തേക്കാണ്. കുമരകത്ത് പോകുന്നതിന് മുമ്പ് നമ്മളൊരു ബോട്ടിങ്ങിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകാൻ പോവാണ്. ദൂരെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതാ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട് ദൂരേന്ന്. ഇപ്പോൾ ഈ സമയത്ത് നല്ല വെയിലായതുകൊണ്ടായിരിക്കും ഹൗസ് ബോട്ട് കുറവാണ്. പക്ഷെ ഇച്ചിരി വെയിലങ്ങോട്ട് താന്ന് തുടങ്ങുമ്പോഴത്തേക്കിന് കുറേ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ,
ഇനി ഞാൻ ഈ റിസോർട്ടിൻ്റെ പരിസരം മുഴുവൻ നിങ്ങളെ കാണിക്കാൻ പോകണം കേട്ടോ. അതായത് സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചുള്ളൂ. അതിന് ഇപ്പുറത്തായിട്ട് ഉണ്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സംഗതികളും ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നല്ല മനോഹരമായ ഒരു വില്ലയുണ്ട്. ഒരു വലിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വില്ല. അതുപോലെ തന്നെ അപ്പുറത്തായിട്ടും ഇതുപോലെ വലിയൊരു വില്ലയുണ്ട്. പിന്നെ നമ്മുടെ ബോട്ട് കയറുന്ന സ്ഥലം കണ്ടില്ലേ, എന്ത് രസമുണ്ട്. നമ്മുടെ ആ പഴയ തനതായ രീതിയിലുള്ള ആ ഒരു നമ്മുടെ എന്താ പറയുക ട്രഡീഷണൽ രീതിയിലുള്ള വീടുകൾ അല്ലെങ്കിൽ വില്ലാസാണ് ഇവർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയർ വളരെ ക്ലീനാണ്, വെരി പ്ലസൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ആൾക്കാരാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. പിന്നെ ചിക്കു, ഇവിടെ കുറേ ചിക്കു മരം നിൽപ്പുണ്ട് കേട്ടോ. കുറേ ചിക്കു അതിനകത്ത് നിൽപ്പുണ്ട്, പക്ഷെ പച്ചയാണ്. കണ്ടില്ല, പക്ഷെ അധികം ആളില്ല കേട്ടോ ഇവിടെ. 1-2 ഫാമിലീസൊക്കെ ഉള്ളൂ, വേറെ ആരും ഇവിടെ കാണാനില്ല. എന്താണെന്നറിയത്തില്ല, സീസൺ അല്ലാത്തത് കൊണ്ടാവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ആയിട്ടൊരു ചെറിയൊരു കനാലുണ്ട് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. കുക്കുമുണ്ടികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. ഇതിനൊക്കെ ഞാൻ യുകെയിലിരുന്ന് കാണുമ്പോൾ എനിക്ക് വീണ്ടും നാട്ടിലോട്ട് ഓടി വരാനായിട്ട് എനിക്ക് തോന്നും. ആണെങ്കിൽ പിന്നെ കേരളം വിട്ട് പോകാനേ താല്പര്യമില്ല. ഇനി നമ്മുടെ പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള പുഞ്ചപ്പാടത്തിൻ്റെ നടുക്കൂടെ ഓട്ടോറിക്ഷയിൽ ഒരു യാത്ര, അത് ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല മറ്റേ കുട്ടനാട് അല്ലെങ്കിൽ പുന്നമടക്കായൽ ആ ബോട്ടിങ് നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. കണ്ടില്ലേ, എന്ത് രസമുണ്ടല്ലേ, പച്ച പരവതാനി വിരിച്ചിരിക്കുന്ന പോലത്തെ പുഞ്ചപ്പാടങ്ങൾ. ഇതാണ് ആലപ്പുഴയുടെ മറ്റൊരു മനോഹാരിത. കണ്ടില്ലേ, എന്ത് രസമുണ്ട്. എനിക്ക് ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി അവിടെ കിടന്ന് ഓടാൻ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ആ പാടത്തിൻ്റെ നടുക്കൂടെ കൊച്ചിലത്തെ ഓർമ്മകളൊക്കെ എനിക്ക് മനസ്സിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ആ ഭാഗത്തൊന്നും ഇപ്പം ഇങ്ങനെ നെൽപ്പാടങ്ങളൊന്നും ഇല്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നികത്തി എല്ലാവരും വീട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ കൊച്ചിലത്തെ ആ കാലം ഓർമ്മ വരുന്നുണ്ട്. പണ്ട് കൊയ്ത്തിൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേക്കിന് നമ്മൾ പുഞ്ചപ്പാടത്തിൻ്റെ വരമ്പേ കൂടെ ഓടുമായിരുന്നു, കളിക്കും. അതുപോലെ തന്നെ ഇതുപോലെ കാണുന്ന ചെറിയ കനാലുണ്ടല്ലോ, അവിടെ പോയി മീൻ പിടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കിന് തത്തകൾ ഒരുപാട് വന്ന് നിറയുമായിരുന്നു ഈ പാടത്തൊക്കെ. പക്ഷേ ഇപ്പോൾ തത്തകളെയൊന്നും കാണാൻ പോലും ഇല്ല. അങ്ങനെ അവസാനം നമ്മൾ പുന്നമടക്കായലിൽ ബോട്ടിംഗ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. ബൈ ബൈ.